കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നികേഷ് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന് നിൽക്കുന്ന സമയത്ത് നികേഷിൻ്റെ അടുത്തോട്ടേക്ക് ഗായത്രി വരുന്നുണ്ട്. ഗായത്രി നികേഷിനോട് ചോദിക്കുകയാണ്, നിന്റെ ഏട്ടൻ വരില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നികേഷ് പറയും, അതെനിക്ക് അറിയില്ല, നിന്റെ അടുത്ത് ഫോൺ നമ്പർ ഇല്ലേ, അപ്പം നിനക്കെന്താ വിളിച്ച് ചോദിച്ചൂടെ ചോദിക്കുകയാണ്. ആ സമയത്ത് ഗായത്രി പറയും, ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നികേഷ് ചോദിക്കും, ഇന്നലെ നിന്റെ ബർത്ത്ഡേക്ക് വന്നില്ലായിരുന്നു ചോദിക്കുകയാണ്. ആ സമയത്ത് ഗായത്രി പറയും, ആ വന്നിരുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്. അത് പറഞ്ഞ് കുറച്ച് സമയം കേക്ക് കട്ട് ചെയ്തു, പിന്നീട് കാണാനില്ല, ഞാൻ ഫോൺ ചെയ്തിട്ടൊന്നും എടുക്കുന്നില്ല എന്ന് പറയണം. അപ്പോൾ നികേഷ് എൻ്റെ മനസ്സിൽ കരുത്താണ്, എന്ത് ബോയ് ഫ്രണ്ട് ചോദിക്കും, നിനക്കെന്താ അവരെ ഇഷ്ടപ്പെടാനുള്ള കാരണം ചോദിക്കുകയാണ്. ആ സമയത്ത് ഗായത്രി പറയും, അയാളെ കാണാൻ നല്ല ഹാൻസം ആണ്, അയാൾ നല്ല തമാശകൾ പറയും, ഞാൻ അവരുടെ കാറിൽ പോയിക്കണ്, അവരോട് കുറേ സമയം സംസാരിച്ച സമയം പോകുന്നതേ അറിയില്ല, എന്താണെന്നറിയില്ല, ഞാൻ ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല, അവരെ ഒന്ന് കാണണം എന്ന് പറയണം. ആ സമയത്ത് നികേഷ് ബോയ് ഫ്രണ്ടോ അതോ സുധീഷ് ചേട്ടൻ്റെ ബോയ് ഫ്രണ്ട് നികേഷ് എൻ്റെ മനസ്സിൽ കരുതാണ്, ഞാൻ കാണിച്ചു തരാം എന്ന് മനസ്സിൽ കരുതാണ്. എന്നിട്ട് നികേഷ് ഗായത്രിയോട് പറയുന്നുണ്ട്, നിനക്ക് സുധീഷ് ചേട്ടനെ കാണണോ എങ്കിൽ എൻ്റെ കൂടെ വാ എന്ന് പറയണേ. അപ്പോൾ ഗായത്രി ചോദിക്കും, എങ്ങോട്ടേക്കാണെന്ന്. ഇങ്ങനെ മനസ്സിൽ കരുതും, അത് വേണോ എന്ന് കരുതണം. ആ സമയത്ത് നികേഷ് പറയും, നിനക്ക് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ എന്ന് പറയണേ. ഒടുവിൽ ഗായത്രി നികേഷിൻ്റെ കൂടെ പോകുകയാണ്. ഇങ്ങനെ ഗായത്രിയുമായി നികേഷ് വീട്ടിലോട്ട് വരികയാണ്. ഇത് ഭാസ്കരൻ കാണുന്നുണ്ട്, ഇവൻ ഏതാ ഒരു പെണ്ണുമായിട്ടല്ലേ ഈ വരുന്നതെന്ന് കരുതാണ്. അപ്പോൾ സുഭാഷും അവിടെ ഉണ്ടാകും. അങ്ങനെ സുഭാഷ് നികേഷിനോട് ചോദിക്കും, ഇതാരാണെന്ന് ചോദിക്കണം. ആ സമയത്ത് നികേഷ് ഗായത്രിയോട് പറയും, നീ ഇങ്ങ് അകത്തോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രിയുമായി നികേഷ് അകത്തോട്ടേക്ക് പോകുകയാണ്. ആ സമയത്ത് ഭാസ്കരൻ ഇങ്ങനെ മനസ്സിൽ കരുതാണ്, അവൻ അകത്തോട്ടേക്കൊക്കെ ആ പെൺകുട്ടിയെ കൊണ്ടുപോയല്ലോ എന്ന്. പിന്നാലെ സുഭാഷും പോകുന്നു. ഇങ്ങനെ നികേഷ് നേരെ സുധീഷിൻ്റെ അടുത്തോട്ടേക്ക് കൊണ്ട് ചെല്ലുകയാണ്. എന്നിട്ട് നികേഷ് പറയും, ആരാ വന്നിരിക്കുന്നത് നോക്ക് സുധീഷ് ഏട്ടാ എന്ന് പറയണം. ആ സമയത്ത് സുധീഷ് ഗായത്രിയെ കണ്ടപാടെ ഇങ്ങനെ നെട്ടി നിൽക്കുകയാണ്. അവനെ സുധീഷ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്തിനാ ഇവളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇങ്ങനെ ടെൻഷനോട് കൂടി സുഭാഷിനെയും ഇങ്ങനെ നോക്കുന്നു. നികേഷ് പറയും, സുധീഷ് ഏട്ടനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറയും. അതിൽ സുധീഷ്, എടാ നികേഷ് എന്ന് പറയും. ഗായത്രി പറയും, എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് സുധീഷ് ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ടെൻഷനോട് കൂടി സുധീഷ് സുഭാഷിനെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. സുധീഷ് പറയും, അത് എനിക്ക് ജോലി ആയതുകൊണ്ടാണെന്ന് പറയണം. ആ സമയത്ത് സുഭാഷ് ചോദിക്കും, ഇതാരാണ്. നികേഷ് പറയും, സുധീഷ് ചേട്ടന് ബസ് സ്റ്റോപ്പിൽ ഉണ്ട് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടിയാണ്, അവളുടെ പേര് ഗായത്രി. നിങ്ങളെന്താ ബർത്ത്ഡേ പാർട്ടിൻ്റെ ഇടയിൽ നിന്നും ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കുകയാണ് ഗായത്രി. അവിടെ എന്തെങ്കിലും നടന്നോ ചോദിക്കണം. അപ്പോൾ സുധീഷ് പറയും, അതൊന്നും നടന്നിട്ടില്ല. പിന്നെ എന്താ നിങ്ങൾ എന്നോട് സംസാരിക്കാതെ പോയതെന്ന് ചോദിക്കുകയാണ്. നിങ്ങളങ്ങനെ ഇറങ്ങിപ്പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, ഇവയാളാണോ നീ ലവ് ചെയ്യുന്നതെന്ന്. ഇത് കേൾക്കുന്ന സുഭാഷ് ഇങ്ങനെ സുധീഷിനെ നോക്കി. സുഭാഷ് ചോദിക്കും, ലവ് എന്ന്. ആ സമയത്ത് നികേഷ് പറയും, ആ ലവ് ഇനിയും കേൾക്കാൻ, നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ ചോദിക്കും, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, അതൊന്നും ഇല്ല സുഭാഷ് ഏട്ടാ എന്ന് പറയുകയാണ്. ആ സമയത്ത് ഗായത്രി പറയും, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ എന്നോട് സംസാരിച്ചതുമല്ലേ. നികേഷ് പറയും, ഗായത്രി എൻ്റെ കൂടെ പുറത്തോട്ടേക്ക് വാ, നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രിയുമായി സുധീഷ് പുറത്തോട്ടേക്ക് പോകുക. ആ സമയത്ത് നികേഷിനോടും ഹരീഷിനോടും സുഭാഷ് ചോദിക്കും, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സുധീഷ് ഗായത്രിയുമായി പുറത്തോട്ടേക്ക് ചെന്ന ശേഷം സുധീഷ് പറയും, ഞാൻ പറയുന്നത് സമാധാനത്തോടു കൂടി ഗായത്രി കേൾക്കണം, ഞാൻ ഗായത്രിയെ ലവ് ചെയ്യുന്നില്ല, നമ്മൾ 6-7 വയസ്സിന് ഞാൻ ഗായത്രിയുടെ മൂത്തതാണെന്ന് പറയണം. ആ സമയത്ത് ഗായത്രി പറയും, അതെനിക്കൊന്നും പ്രശ്നമല്ല, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾ എന്നോട് സംസാരിക്കാതിരിക്കരുത്, നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നത് സമയത്ത് എനിക്ക് എന്തൊക്കെയാ പോലെയാണെന്ന് പറയണേ. ഇതെല്ലാം സുഭാഷും കുറച്ച് ദൂരെ നിന്ന് കേൾക്കുന്നുണ്ടാകും. ദേഷ്യം പറയും, നമ്മൾ രണ്ടാളും സെറ്റ് ആകൂല എന്ന് പറയണം. ആ സമയത്ത് ഗായത്രി ചോദിക്കും, അതെന്താണ് സെറ്റ് ആവാതെ, വീട്ടുകാരാണോ പ്രശ്നം അതോ എൻ്റെ വീട്ടുകാരാണോ പ്രശ്നം, അതെല്ലാം ഞാൻ സംസാരിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറയണം. ആ സുധീഷ് പറയും, ഞാനൊന്ന് പറയുന്നത് കേൾക്ക്, നിങ്ങളെ ഡ്രൈവറും ഞാൻ കോളേജും പഠിക്കുന്നതാണോ പ്രശ്നം, അതൊന്നുമല്ല പ്രശ്നം എന്ന് പറയുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് സുഭാഷ് വരും. എന്നിട്ട് സുഭാഷ് പറയും, എനിക്കൊന്ന് പറയാനുണ്ട്. സുധീഷ് പറയും, അതൊന്നും ഇല്ല സുഭാഷ് ഏട്ടാ എന്ന് പറയണം. ആ സമയത്ത് സുഭാഷ് പറയും,
എന്തൊക്കെയാ ഈ പെൺകുട്ടി പറയുന്നത്, നിന്നെ ലവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാ. അപ്പോൾ സുധീഷ് പറയും, സുഭാഷ് ഏട്ടാ ഇപ്പോൾ പോയിക്കോ, ഞാനൊന്ന് അവളോട് ഞാൻ എങ്ങോട്ടേക്കാ പോവേണ്ടത്, നീ ഒന്ന് മിണ്ടാതെ നിൽക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഗായത്രി സുഭാഷിനോട് പറയും, ഏട്ടാ എനിക്ക് ഇവരെ ഒരുപാട് ഇഷ്ടമാണ്, ഇവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഫോണൊക്കെ വിളിച്ചതാ, ഇപ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ എന്നെ അവോയ്ഡ് ചെയ്യാണ്, എനിക്ക് സങ്കടമായി, അതുകൊണ്ടാണ് ഞാൻ ഇവരെ തിരഞ്ഞ് വന്നത്, എന്നോട് പഴയതുപോലെ സംസാരിക്കാനൊന്ന് പറയാമോ. സമയത്ത് സുഭാഷ് ദേഷ്യത്തോട് കൂടി ഇങ്ങനെ സുധീഷിനെ നോക്കണം. ആ സമയത്ത് സുധീഷ് ഗായത്രിയോട് പറയും, നീ ഇപ്പോൾ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയും. അപ്പോൾ ഗായത്രി പറയും, പറ്റില്ല, എനിക്ക് ഇപ്പം തന്നെ സംസാരിക്കണം, നിങ്ങൾ എന്നോട് പഴയതുപോലെ സംസാരിക്കും എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നും പോകാം. ആ സമയത്ത് സുഭാഷ് പറയും, സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന്. ഇത് കേൾക്കുന്ന ഗായത്രി ഇങ്ങനെ നെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് സുധീഷിൻ്റെ മുഖത്തോട്ടേക്ക് നോക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയും, പിന്നെ എങ്ങനെ മോളെ അവന് സ്നേഹിക്കുക. സുഭാഷ് സുധീഷിനോട് ചോദിക്കും, നീ കല്യാണം കഴിഞ്ഞ കാര്യം ഇവളോട് പറഞ്ഞില്ലേ. സുധീഷ് പറയും, ഞാൻ പറഞ്ഞിട്ടില്ല, പറയണമെന്ന് കരുതിയതാണ്. ഗായത്രി ചോദിക്കും, കല്യാണം കഴിഞ്ഞതാണോ. ഗായത്രി പറയും, നിങ്ങളുടെ വായിൽ നിന്ന് എനിക്ക് കേൾക്കണം, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന്. ആ സമയത്ത് സുഭാഷ് പറയും, കല്യാണം കഴിഞ്ഞതാണ്, ഒരു 8 മാസം കഴിഞ്ഞു, ഈ വീട്ടിൽ ഇവൻ്റെ ഭാര്യയുണ്ട് എന്ന് പറയാണ്. സുധീഷ് പറയും, ഞാനിത് നിന്നോട് പറയണമെന്ന് കരുതിയതാണ്. ആ സമയത്ത് ഗായത്രി കരയും. അപ്പോൾ സുഭാഷ് പറയും, കരയല്ല മോളെ. സുധീഷ് സുഭാഷിനോട് പറയും, സുഭാഷ് ഏട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ സമാധാനത്തിൽ പറയാമെന്ന്. അപ്പോൾ സുഭാഷ് ദേഷ്യത്തോട് കൂടി സുധീഷിനോട് പറയും, നീ മിണ്ടാതെ നിൽക്കുക അവിടെ. അതിൽ ഗായത്രി ചോദിക്കും, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണെന്ന്. ആ സമയത്ത് സുധീഷ് പറയും, കഴിഞ്ഞതാണെന്ന്. അപ്പോൾ ഗായത്രി ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല എന്ന്. ആ സമയത്ത് സുധീഷ് പറയും, അത് പറയേണ്ട ഒരു ആവശ്യവും നമ്മൾ തമ്മിൽ വന്നിട്ടില്ലല്ലോ, നമ്മൾ വെറും ഫ്രണ്ട്ലി ആയിട്ടല്ലേ സംസാരിച്ചിട്ടുള്ളൂ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അപ്പം ഞാനും ചോദിക്കുകയാണ്, നിങ്ങൾ കല്യാണം കഴിച്ചത് അറിയാതെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു, അതുപോലെ തന്നെയല്ലേ നിങ്ങൾ എന്നോട് സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പോകുകയാണ്. സമയത്ത് സുഭാഷ് ദേഷ്യത്തോട് കൂടി സുധീഷിനോട് പറയും, നിന്റെ കല്യാണം കഴിഞ്ഞത് എന്തുകൊണ്ട് നീ ആ കുട്ടിയോട് പറഞ്ഞില്ല, ഇപ്പോൾ ആ കുട്ടി അത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് നീ കണ്ടില്ലേ എന്ന് പറയണേ. ആ സമയത്ത് ഞാൻ അത്രമാത്രം ഒന്നും സംസാരിച്ചിട്ടില്ലെന്ന് പറയാണ് സുധീഷ്. അപ്പോൾ സുഭാഷ് പറയും, നീ അത്രമാത്രം സംസാരിക്കാത്തത് കൊണ്ടാണോ അവൾ ഇങ്ങോട്ടേക്ക് നിന്നെയും തിരഞ്ഞു പിടിച്ച് വന്നത്. സുധീഷ് പറയും, ഞാൻ ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ആയിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലെന്ന് പറയണേ. ആ സമയത്ത് സുഭാഷ് പറയും, നീ എന്തിനാ അവളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചത്, നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് നിനക്കറിയില്ല. പെൺകുട്ടി പറഞ്ഞത് കേട്ടില്ല, നീ ചിരിച്ച് സംസാരിച്ചത് കൊണ്ടാണ് എന്ന് സുഭാഷ് പിന്നെ ആ പെൺകുട്ടിയുടെ പിറകെ ഓടുന്നുണ്ട്. പറയും, മോളെ അവിടെ ഒന്ന് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രിയെ വിളിച്ചു നിർത്തുകയാണ്. ആ സമയത്ത് ഗായത്രി പെരും കരച്ചിലായിരിക്കും. അപ്പോൾ സുഭാഷ് പറയും, മോളെ കരയല്ലേ, മോളെ ആളുകളൊക്കെ നോക്കുന്നുണ്ട് എന്ന് പറയണേ. ആ സമയത്ത് സുഭാഷ് ചോദിക്കും, മോളുടെ വീട് എവിടെയാണ്, അവിടെ ഞാൻ കൊണ്ടാക്കാൻ അവരോട് 1 മാസം സംസാരിച്ചു, എന്നിട്ട് പോലും അവർ എന്നോട് പറഞ്ഞില്ല അവരുടെ കല്യാണം കഴിഞ്ഞതാണെന്ന്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.